ഫെബ്രുവരി 17 ശനിയാഴ്ച. ലൂക്ക 5:27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഒരു യഹൂദനായിരുന്ന മത്തായി റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിച്ചു. യഹൂദന്മാർ നികുതി പിരിവുകാരെ വെറുത്തിരുന്നു. സ്വന്തം സമ്പത്ത് കൂട്ടുന്നതിനായി ആവശ്യത്തിലധികം നികുതി പിരിക്കുന്നതിൽ അവർ പ്രശസ്തി നേടിയിരുന്നു. ലൈസൻസുള്ള കളക്ടർമാർ പലപ്പോഴും ടോൾ പിരിവിൻ്റെ യഥാർത്ഥ ജോലി ചെയ്യാൻ പബ്ലിക്കൻസ് എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാറുണ്ട്. തൊഴിലുടമ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഒരു അംശം അധികമായി ഈടാക്കിക്കൊണ്ട് ചുങ്കക്കാർ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചു. ഡമാസ്കസിനും അക്കോയ്ക്കും ഇടയിലുള്ള റോഡിലാണ് ടോൾ പിരിക്കാൻ ഇരുന്ന മാത്യു എന്ന പബ്ലിക്കൻ. കഫർനാം നഗരത്തിന് പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൂത്ത്. മാത്രമല്ല, ഗലീലി കടലിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്നും തടാകത്തിൻ്റെ മറുവശത്തുള്ള നഗരത്തിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്ന ബോട്ടുകാരിൽ നിന്നും അദ്ദേഹം നികുതി പിരിച്ചെടുത്തു. റോമാ സാമ്രാജ്യത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും നികുതി പിരിവുകാരെ ഇഷ്ടമായിരുന്നില്ല. യഹൂദന്മാർ അവരെ രാജ്യദ്രോഹികളായി കണ്ടു. ചിലപ്പോൾ ഉയർന്ന ഫീസ് കൊടുക്കാതിരിക്കാൻ ചിലർ നികുതി പിരിവുകാർക്ക് കൈക്കൂലി നൽകിയിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ലേവി എന്ന് വിളിക്കപ്പെടുന്ന നികുതി പിരിവുകാരൻ അല്ലെങ്കിൽ മാത്യുവിൻ്റെ കഥ നാം കേൾക്കുന്നു. കസ്റ്റംസ് പോസ്റ്റിൽ ഇരിക്കുകയായിരുന്നു ലേവി. യേശു അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചു, തന്നെ അനുഗമിക്കാൻ ക്ഷണിച്ചു. ആ നിമിഷം തന്നെ ലേവി എഴുന്നേറ്റ് കസ്റ്റംസ് പോസ്റ്റിൽ നിന്ന് നടന്ന് യേശുവിനെ അനുഗമിച്ചു. ലേവി സാമാന്യം സമ്പന്നനായിരിക്കണം. അവൻ തൻ്റെ വീട്ടിൽ യേശുവിന് വേണ്ടി ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചു. സ്വാഭാവികമായും ലേവി തൻ്റെ സുഹൃത്തുക്കളെ ക്ഷണിച്ചിരുന്നു. അവരിൽ പലരും നികുതി പിരിവുകാരായിരുന്നു. അവർ മേശയിലിരുന്നപ്പോൾ ഫരിസേയരും ശാസ്ത്രിമാരും വന്ന് യേശുവിൻ്റെ അനുയായികളോട് പരാതിപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത്തരം പാപികളോടൊപ്പം അവർ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു. ആ ചോദ്യം യേശു കേട്ടു. അവൻ അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ള ആളുകൾക്ക് ഒരു ഡോക്ടറെ ആവശ്യമില്ല. രോഗികൾക്കാണ് അവരെ പരിചരിക്കാൻ ഡോക്ടർ വേണ്ടത്. പിന്നീട് യേശു ഫരിസേയരോട് തുറന്നു പറഞ്ഞു, നീതിമാന്മാരെ വിളിക്കാനല്ല താൻ വന്നത്, പിന്നെയോ പാപികളെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം ഉണ്ടാക്കിയേക്കാവുന്ന കോളിളക്കം നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? യേശുവിൻ്റെ മൂർച്ചയുള്ള വിമർശനത്തിൽ ഫരിസേയൻ ഞെട്ടിപ്പോയി എന്ന് അനുമാനിക്കാം. ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആകട്ടെ, രോഗബാധിതരായ വ്യക്തികളിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് യേശു വ്യക്തമാക്കുന്നു. യേശു രോഗശാന്തി നൽകുന്നവനാണ്, അല്ലാതെ ഒരു ന്യായാധിപനല്ല. വ്യക്തികളെ പരിപാലിക്കുകയും വ്യക്തിപരമായി അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവനാണ് യേശുനാഥൻ. അതാണ് സ്നേഹത്തിന് ചെയ്യാൻ കഴിയുന്നത്. സ്നേഹം ശക്തമാണ്. മറ്റുള്ളവർ അവനെ യോഗ്യനല്ലെന്ന് കരുതിയെങ്കിലും യേശു ലേവിയെ സ്നേഹിച്ചു.
അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഉടനെ ലേവി തൻ്റെ പണവും ഉപജീവന മാർഗവും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തീർച്ചയാക്കിയത്. തീർച്ചയായും അവന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഒരു പാപിയായി തുടരുക, അല്ലെങ്കിൽ യേശുവിനോടൊപ്പം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ലേവി തൻ്റെ ജീവിതം പുതുക്കാൻ തീരുമാനിച്ചു. ഈ നോമ്പുകാലം നമുക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.